നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കുഴൂർ കൊച്ചുകടവ് ആലമറ്റം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. അന്നമനട പുളിക്കക്കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസം പഴക്കമുള്ള മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് തോട്ടം തൊഴിലാളി വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ മൂരിക്കുട്ടിയാണ് ചത്തത്. വാർത്തകൾ വിശദമായി. കുഴൂർ കൊച്ചുകടവ് ആലമറ്റം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 527.44 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കുഴൂർ, പുത്തൻവേലിക്കര എന്നീ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കൊച്ചുകടവ് കുണ്ടൂർ ആലമറ്റം റോഡ് കൊടുങ്ങല്ലൂർ, കുഴൂർ, നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ കൊച്ചുകടവിൽ നിന്നും തുടങ്ങി കുണ്ടൂർ വഴി ആലമറ്റം റോഡിലെ കണക്കൻ കടവിൽ അവസാനിക്കുന്ന റോഡിന്റെ നീളം 5.712 കിലോമീറ്ററാണ്. കാസർഗോഡിനേക്കാൾ വികസന കാര്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല. പഞ്ചായത്ത്, MP, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം അത് സർവോപരി നാട്ടുകാരുടെ കൂടി പിന്തുണയുള്ള പ്രദേശമാണ്. പ്രധാനമന്ത്രിയുടെ ഗ്രാം സഡക്ക് യോജന പ്രകാരം സംസ്ഥാനത്ത് റോഡുകൾ പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത്. 527.44 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, PS സന്തോഷ് കുമാർ, സിൽവി സേവ്യർ, PK ബിജു, പഞ്ചായത്ത് അംഗം റോസ്മി രാജു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സംഗീത എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. അന്നമനട പുളിക്കക്കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വിവരം. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് യുവാവിന്റെ മൃതദേഹം പുഴയിലെ പുല്ലിൽ തടഞ്ഞു നിൽക്കുന്ന രീതിയിൽ കണ്ടത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ മൂരിക്കുട്ടിയാണ് ചത്തത്. ഇന്നലെ പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത്. പാടിയോട് ചേർന്നുള്ള തൊഴുത്തിലാണ് പുലിയിറങ്ങിയത്. പുലർച്ചെ പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. 1 മാസം പ്രായമായ മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. ബുധനാഴ്ച രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 1 മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. തോട്ടം മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. മീഡിയ ടൈം, തൃശൂർ. അന്നമനട സർവീസ് സഹകരണ ബാങ്ക് പൂവത്തുശ്ശേരി ബ്രാഞ്ചിന്റെ നവീകരിച്ച പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. അമ്പലനട ജംഗ്ഷന് സമീപം ആരംഭിച്ച പുതിയ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. 97 വർഷം മുമ്പ് ഇവിടെ ഒരു ബാങ്ക്, ഇതുപോലെ ഒരു സഹകരണ സ്ഥാപനം, ഇന്ന് ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല, സഹകരണ സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ച നമ്മുടെ മുൻഗാമികളുണ്ട്. അവരുടെ ദീർഘവീക്ഷണത്തെ നമ്മളിപ്പോൾ നമിക്കണം. കാരണം ഇന്നിപ്പോൾ സർവീസ് സെക്ടർ, സർവീസ് മേഖല, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ സർവീസ് ബാങ്കുകൾ വളരെയേറെ വിപുലമായി, ഒട്ടേറെ സൗകര്യങ്ങളുണ്ടായി, അതിൻ്റെ ബിസിനസ് വോളിയം വർദ്ധിച്ചു, വ്യത്യസ്ത മേഖലകളിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ മാറി. സഹകരണ പ്രസ്ഥാനങ്ങൾ കടന്നുചെല്ലാത്ത ഒരു മേഖലയും ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിലില്ല. ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ C പാത്താടൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TU രാധാകൃഷ്ണൻ, ചാലക്കുടി അസിസ്റ്റന്റ് രജിസ്ട്രാർ AJ രാജി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PK തിലകൻ, അന്നമനട ഗ്രാമപഞ്ചായത്ത് അംഗം TV സുരേഷ് കുമാർ, പൂത്തുശ്ശേരി പള്ളി വികാരി ഫാദർ ബിനോയ് കോഴിപ്പാട്ട്, ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി വാസുദേവൻ നമ്പൂതിരി, ഇഖ്വത്തുൽ ഇസ്ലാം മസ്ജിദ് ഇമാം മുഹമ്മദ് അൽതാഫ് ബാക്കവി, മുൻ ബാങ്ക് പ്രസിഡന്റ് PI ജോർജ്, സെക്രട്ടറി ദിലീപ് എന്നിവർ സംസാരിച്ചു.
ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വയനാട് ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട പ്രശാന്ത് സുനിത ദമ്പതികൾക്ക് സ്നേഹസമ്മാനമായി എറണാകുളം പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ചാത്തേടം തുരുത്തിപ്പുറം ഗ്രാമവാസികൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു. 10 ലക്ഷം രൂപ ചിലവിട്ട് 685 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള വീടാണ് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട സുനിതയ്ക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ താക്കോൽദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബിനോയ് ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ വയനാട് മേപ്പാടിയിലെ സുനിത മുന്നിട്ടിറങ്ങിയിരുന്നു. ഫാദർ ജോയ്സ് റാമ്പിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റോസി ജോഷി, ലീന വിശ്വൻ, ഫാദർ പോൾ മനക്കൽ, ഷൈജു മനക്കപ്പടി, PL ഫ്രാൻസിസ്, ഷിഹാബ്, LC ടീച്ചർ, ഷൈനി തോമസ്, എബി മനോജ്, ബിനോയ് ആന്റണി, PT ബിജു, KR തോമസ് എന്നിവർ സംസാരിച്ചു. സുനിത, ഭർത്താവ് പ്രശാന്ത് കുമാർ, മക്കളായ യദുനന്ദൻ, കാർത്തിക, പ്രജിത, താമരശ്ശേരി, സുനിതയുടെ സഹോദരിമാരായ ലത, മിനി എന്നിവരും സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിന്റെ സാമ്പത്തിക വർഷത്തെ പൊതുനന്മ ഫണ്ട് വിനിയോഗിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ശീതീകരണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് നവീകരിച്ചു നൽകി. ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 5,20,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ബാങ്ക് ഭരണസമിതി പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത്. ആശുപത്രി അങ്കണത്തിൽ ഒരുക്കിയ ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് KM മുഹമ്മദ് നവാസ് നവീകരണം പൂർത്തിയാക്കിയ വാർഡ് നാടിന് സമർപ്പിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ KK സുരേന്ദ്രൻ, മുൻ ചെയർമാൻ VK ബാലചന്ദ്രൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ജനറൽ മാനേജർ സനൽ ചാക്കോ എന്നിവർ സംസാരിച്ചു. ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി GMBHSSൽ നൈപുണി വികസന കേന്ദ്രം ആരംഭിക്കുന്നു. പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. ചാലക്കുടി ഈ നൈപുണ്യ വികസന കേന്ദ്രം ഇവിടെ ആരംഭിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ ഗൃഹസ്ഥന്മാരെ സൃഷ്ടിക്കുന്ന ബ്രിട്ടീഷ് രീതിയിൽ നിന്ന് മാറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ സ്വയം തൊഴിലുകൾ പഠിപ്പിക്കാനും അവരുടെ കഴിവുകൾക്കനുസരിച്ച് പല മേഖലകളിലും. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ കമലം, PTA പ്രസിഡന്റ് സന്തോഷ് PV, ജോർജ് കല്ലിങ്കൽ, ലിജോ ജോസഫ്, ബിന്ദു EV, സംഗീത PS, ആര്യമോൾ എന്നിവർ പ്രസംഗിച്ചു. ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 10ാം ക്ലാസ് വിജയിച്ച് 15-നും 23-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃതമായി ഇളവ് ലഭിക്കും. കോഴ്സ് തികച്ചും സൗജന്യമാണ്. അപേക്ഷകൾ മെയ് 15-ന് മുൻപ് ഓഫീസിൽ സമർപ്പിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൂർ കൊച്ചുകടവ് ആലമറ്റം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. അന്നമനട പുളിക്കക്കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസം പഴക്കമുള്ള മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് തോട്ടം തൊഴിലാളി വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ മൂരിക്കുട്ടിയാണ് ചത്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.